യു എയിൽ നിന്ന് മഴ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഇപ്പം നിൽക്കുന്നത് ലവ് ലേക്കിലാണ്. ചായ കുടിക്കാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ക്ലൈമറ്റ് കണ്ടത്. ഒരു രക്ഷയുമില്ലാത്ത റെയിനി വെതർ. അപ്പം തന്നെ എങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ദുബായിലെ യാത്രകളെല്ലാം ഒറ്റമൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ലവ് ലേക്കിൽ പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നേരെ ബർദുബായിൽ നിന്ന് ലവ് ലേക്കിലേക്കുള്ള യാത്രയാണിത്. അത്യാവശ്യം ഞായറാഴ്ച ആയതും മഴയായതും കൊണ്ടൊക്കെ തന്നെ റോഡിലെങ്ങും ആരുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ദുബായിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു അൽഖുദ്ര ഭാഗത്തേക്ക്, ചുറ്റും മരുഭൂമി, അൽഖുദ്ര ഭാഗത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് ആ മഴ കിട്ടിയേട്ടാ. ഞങ്ങൾ റൂമിലിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ആസ്വദിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഈ ഒരു മഴയത്ത് ഈ ഒരു മരുഭൂമിക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പം കിട്ടുന്ന ഒരു സുഖം. ഇനി 10 കിലോമീറ്ററോളം മരുഭൂമി, മണ്ണൊക്കെ മൂടിയ റോഡുകളാണ്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പം കട്ട ചെളിയും. ദുബായിലെ തിരക്കേറിയ റോഡുകളും വലിയ വലിയ കെട്ടിടങ്ങളും എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേനും മനസ്സിനൊരു വല്ലാത്ത സമാധാനമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് ഒരു വൈബാണ്. ഒരുപാട് പക്ഷികൾ, മൃഗങ്ങൾ, ഒരുപാട് വൃക്ഷങ്ങൾ, ചെടികൾ, അതിൻ്റെയൊക്കെ ഇടയിലൂടെ പോകുമ്പം നാട്ടിലെന്തോ ഒരു വല്ലാത്ത ഫീല്. ഒരുപാട് ആൾക്കാർ ടെൻ്റ് അടിക്കാനും ക്യാമ്പ് ചെയ്യാനൊക്കെ വരുന്ന ലൊക്കേഷനാണ് ഇവിടെ. ഞങ്ങൾ വന്ന വഴിയെല്ലാം ഒരുപാട് ആൾക്കാർ ഈ ഒരു മഴയത്ത് പോലും അവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഒരു കവാടത്തിലേക്ക് എത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായയൊക്കെ കുടിക്കാനൊക്കെ ഒരു ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ അകത്തും ഒരുപാട് ആൾക്കാർ ടെൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനകത്തുള്ള തടാകത്തിലുള്ള മത്സ്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് വലിയ വലിയ മത്സ്യങ്ങൾ, ചെറിയ ചെറിയ മീനുകൾ എല്ലാം ആ തടാകത്തിലുണ്ടായിരുന്നു. അതൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. ഇനി ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു തണുപ്പും ആ ഒരു ഇതൊക്കെ വല്ലാത്തൊരു വൈബായിരുന്നു. അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന ഒരുപാട് നിമിഷങ്ങൾ, കുറേ സമയങ്ങൾ. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്തിൻ്റെ ആണെന്നൊന്നും അറിയില്ല. കുറേ ആൾക്കാർ അവിടെ പാചകം ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് തിരിച്ചു ആ ഒരു വീക്കെൻഡും ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് നേരെ ഇറങ്ങിയ സമയത്ത് മഴയൊക്കെ കുറഞ്ഞു, ചെളിയൊക്കെ ഒതുങ്ങി. നേരെ ഓടി കരാമയിലെത്തി. എല്ലാ പരിപാടിയുടെയും അവസാനം ഫുഡ് അടിക്കുക, വൈൻഡപ്പ് ചെയ്യുക. അങ്ങനെ നേരെ ഞങ്ങളെത്തി മന്തി കഴിക്കാനായിട്ട്. നേരെ കയറി മന്തി വാങ്ങി മന്തി കഴിക്കുന്നതാണ്. അങ്ങനെ അതോടുകൂടി ഈ ആഴ്ചയിലത്തെ അവധിയും കഴിഞ്ഞു. ഇനി ഇതുപോലൊരു ട്രിപ്പ് പോകണമെങ്കിൽ വീണ്ടും ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. ബൈ ബൈ.